US, ചൈന എന്നീ രാജ്യങ്ങളെ മറികടന്ന് ആഫ്രിക്കയിലെ അത്യപൂർവ ധാതുക്കളുടെ വിഹിതം സ്വന്തമാക്കുന്നതിനായി ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. അത്യപൂർവ ധാതു നിക്ഷേപങ്ങളുടെ കലവറയായ ആഫ്രിക്കയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ. ഭക്ഷ്യക്ഷാമവും ദുരന്തങ്ങളും നേരിടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ആയിരക്കണക്കിന് ടൺ അരിയടക്കമുള്ള അവശ്യ സാധനങ്ങൾ അയച്ചുകൊണ്ട് ഇന്ത്യ മാനുഷിക സഹായം നൽകി വരികയാണ്. അതിനു പിന്നിൽ ഒരു വലിയ സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യവും നിലനിൽക്കുന്നു. ആഫ്രിക്കയിലെ നിർണായക ധാതുമേഖലയിൽ പ്രവേശനം നേടുന്നതിനായുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇന്ത്യ അത്തരം രാജ്യങ്ങൾക്ക് നൽകി വരുന്ന ഈ മാനുഷിക സഹായങ്ങൾ. സമീപ ആഴ്ചകളിൽ ഇന്ത്യ 3 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഭക്ഷ്യസഹായം നൽകുകയുണ്ടായി. ദുർബല സമൂഹങ്ങൾ ഏറെയുള്ള ബുർക്കിന ഫാസോയ്ക്ക് 1000 മെട്രിക് ടൺ അരിയാണ് ഇന്ത്യ നൽകിയത്. അതുപോലെ തന്നെ എൽ നിനോ കാലാവസ്ഥയുടെ അനന്തരഫലമായി കടുത്ത വരൾച്ചയിലായ മലാവിയിലേക്ക് ഈ വർഷം മാർച്ച് മാസത്തിന്റെ ആരംഭത്തിൽ ഇന്ത്യ 1000 മെട്രിക് ടൺ അരിയും കയറ്റി അയച്ചിരുന്നു. അതുപോലെ തന്നെ മൊസാംബിക്കിലെ വെള്ളപ്പൊക്കത്തിൽ ഇന്ത്യ 500 മെട്രിക് ടൺ അരിയും ടെന്റുകൾ, ശുചിത്വ കിറ്റുകൾ, മരുന്നുകൾ എന്നിവയുൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളും അയക്കുകയുണ്ടായി. അതേസമയം ചൈന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അപൂർവ ധാതു നിക്ഷേപത്തിൽ കണ്ണുവെച്ചുകൊണ്ട് ആ രാജ്യങ്ങളിലെ റെയിൽവേ, തുറമുഖങ്ങൾ, വൈദ്യുതി പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ധനസഹായം നൽകി വരുന്നുണ്ട്. മറ്റൊരു വശത്ത് അമേരിക്ക അത്തരം രാജ്യങ്ങളിൽ സ്വകാര്യ മേഖലയിലെ നിക്ഷേപങ്ങളെ പിന്തുണയ്ക്കുന്നതിലും തന്ത്രപരമായ വിതരണ ശൃംഖലകൾ നിർമ്മിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ്. ഇത്തരത്തിൽ അമേരിക്കയും ചൈനയും ഇതിനകം തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുടനീളം തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി ആഴത്തിൽ വേരൂന്നിയിരിക്കുകയാണ്. അതിനെ മറികടക്കും വിധമാണ് ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ദീർഘകാല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഇന്ത്യ നടത്തിവരുന്നത്. കാരണം ആഫ്രിക്ക ഇന്ന് ലോകത്തിലെ പ്രധാന ശക്തികളുടെ ശ്രദ്ധാകേന്ദ്രമാണ്. പ്രകൃതി വിഭവ സമ്പത്ത്, പ്രത്യേകിച്ച് ബാറ്ററികൾക്കും പുനരുപയോഗ ഊർജത്തിനും ആവശ്യമായ ലിഥിയം, കൊബാൾട്ട് പോലുള്ള നിർണായക ധാതുക്കൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സമൃദ്ധമായി ലഭ്യമാണ്. അതിനാൽ ചൈനയും അമേരിക്കയും ഇതിനകം തന്നെ ആഫ്രിക്കയിൽ ശക്തമായ പിടി മുറുക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ മൂല്യാധിഷ്ഠിത പങ്കാളിത്തം എന്ന മോഡലാണ് പിന്തുടരുന്നത്. സാങ്കേതിക വിദ്യാ കൈമാറ്റം, ശേഷി വികസനം, വിശ്വാസ്യതയുള്ള സഹകരണം എന്നിവയിലൂടെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ദീർഘകാല ബന്ധം നിർമ്മിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്കയും ചൈനയും ഇന്ത്യയും നടത്തുന്നതിനു പിന്നിൽ ഒരു സുപ്രധാന കാരണമുണ്ട്. ആഗോള ഊർജ പ്രതിസന്ധിയും വിതരണ ശൃംഖലകളിലെ അനിശ്ചിതത്വങ്ങളുമാണ് ഇത്തരം പുതുയിടങ്ങൾ തേടുന്നതിനായി രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി രാജ്യങ്ങളെ വലിയൊരു പാഠമാണ് പഠിപ്പിച്ചത്. അതിനാൽ തന്നെയാണ് പുതിയ വിഭവ സ്രോതസ്സുകൾ തേടുന്നതിനായുള്ള നീക്കങ്ങൾ ഓരോ രാജ്യവും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിർണായക ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക എന്നത് ഇന്നത്തെ ലോകത്തിൽ ഊർജ സുരക്ഷയുടെ ഭാഗമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ധാതുസമ്പന്നമായ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് ഏറെ താല്പര്യമുണ്ട്. മാനുഷിക സഹായവും നയതന്ത്രവും ചേർത്ത് ദീർഘകാല സാമ്പത്തിക താല്പര്യങ്ങൾ ഉറപ്പാക്കാനുള്ള ഒരു സമഗ്ര തന്ത്രമാണ് ഇന്ത്യ നിലവിൽ നടപ്പിലാക്കി വരുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.